എങ്ങനെയാണ് സഹോദര ഒരു സർക്കാരിന്റെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും കേരളത്തിൽ ഇത്രയും വേരോട്ടമുള്ള CPM എന്നൊരു പാർട്ടിയെ BJP-യുടെ അലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള നീക്കുപോക്കുകളോ അല്ലെങ്കിൽ തിരിച്ചൊക്കെ നടക്കുന്നത് 2-3 പേർ തമ്മിലുള്ള ഒരു പേഴ്സണൽ പ്രശ്നത്തിന്റെ ആയിട്ടാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? എങ്ങനെ BJP കൊണ്ടുപോയി കെട്ടുന്നു താങ്കളെന്ന് പറഞ്ഞു? അല്ല, കെട്ടാൻ ഞാൻ പറഞ്ഞ നീക്കുപോക്കുകൾ, അത്തരം നീക്കുപോക്കുകൾ 1-2 പേർ തമ്മിലുള്ള ജോലിക്കാർ തമ്മിലുള്ള ഒരു കശുമിശിയാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കണേ, BJP-യിലേക്ക് പോകാനല്ലല്ലോ ജാവദേക്കർ വന്നത്, വിളിക്കാനും അല്ലല്ലോ വന്നത്. ശോഭ പറയണ സഹായിക്കാനല്ലേ, സഹായം തേടിയല്ലേ? അതെ, എന്ത് സഹായം തേടി? തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള അമിത്ഷായുടെ ദൗത്യമായിട്ടാണ് കാണാൻ വന്നത്. അത് തന്നെയല്ലേ അപ്പൊ BJP-ക്ക് CPM-ന്റെ സഹായം തേടിയല്ലേ അങ്ങനെ പ്രകാശ് ജാവ്ദേക്കർ വന്നത്? അതിനെ അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? അല്ല, സഹായം കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, സഹായം തേടി വന്നല്ലോ. അപ്പൊ അത്തരം നീക്കുപോക്കുകളെയാണോ നിങ്ങൾ ഈ ചെറിയ ആളുകൾ തമ്മിലുള്ള വിഷയങ്ങളുമായിട്ട് താരതമ്യം? അതാണ് ഞാൻ ചോദിച്ചത്. എന്ത് നീക്കുപോക്ക്? ഞാൻ ചോട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുകൊണ്ട് ഞാൻ പറയാന്ന് തെറ്റിദ്ധരിക്കരുത്, മരിച്ചുകൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. കോടിയേരി ബാലകൃഷ്ണനും ഈ അമിത്ഷായും കാണാനുള്ള അറ്റത്ത് വരെ എത്തിയതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അസുഖം കാരണവും യാത്ര ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചു പോയത്. അതിന്റെ ഇതൊക്കെ വളരെ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ശ്രീ ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു ആരോപണം പറഞ്ഞല്ലോ, 2016 SNC ലാബിലിൻ കേസിൽ പിണറായി വിജയന് പരിക്കേൽക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹായം തേടിയുള്ള ആരോപണമാണെന്ന് ചോദിക്കേ. അദ്ദേഹം വിളിച്ച നമ്പർ മനസ്സിലായ? അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ചില പ്രയോഗങ്ങൾ കേൾക്കേണ്ടി വരുമായിരിക്കും ഒരു പക്ഷേ. ഒരു വിരോധമില്ല എനിക്ക്. അദ്ദേഹം എന്ത് പ്രയോഗിച്ചാലും അദ്ദേഹം മിടുക്കനായ, സമർത്ഥനായ, സ്വന്തം നിലനിൽപ്പ് നോക്കി പാർട്ടിയും കയ്യിലെടുത്ത് കേരളം ഭരിക്കുന്ന ശക്തനായ മുഖ്യമന്ത്രിയാണ്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം. അദ്ദേഹം അന്ന് പത്രക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ നന്ദകുമാർ എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്നാ പിന്നെ പാപി ശിവനോടൊപ്പം കൂടിയ ശിവനും പാവുന്നത് ഞാനാണ്. പിന്നെ ചിലർ കിടക്കപ്പായിന്ന് എണീക്കുമ്പോഴേ തന്നെ ഞാൻ 4 മണിക്ക് എണീക്കും, മറ്റ് 10 മണിക്ക് എണീക്കുന്നവരെ എനിക്ക് അത് ഉദ്ദേശിച്ചത് എന്നെ ആവൂല. ഞാൻ എന്നെയാണെന്ന് ആദ്യം പറഞ്ഞത്, എന്നെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ അദ്ദേഹത്തിന് എതിർക്കണത്? അതിൽ എന്നെ ആവശ്യം സഹായം തേടിയെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ താങ്കൾ പറഞ്ഞോട്ട് ഞാൻ ഒരു കുഴപ്പക്കാരൻ, വൃത്തികെട്ടവൻ, കൊള്ളരുതാത്തവൻ, ഇതെല്ലാം ആള്. പിന്നെ EP ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞ ഫ്രോഡ്. എന്തിനധികം സഹായം തേടി തന്നെ? ഞാൻ EP ജയരാജന്റെ ഫ്ലാറ്റിലേക്ക് സർപ്രൈസ് ആയിട്ട് ചെന്നു. പക്ഷെ എന്നാ ഡോറ് തുറക്കാണ്ട് എനിക്ക് സർപ്രൈസിനെ കാണണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൊണ്ടുവരുന്ന ആളെ പറ്റാത്ത ഒതുങ്ങാത്ത കഥാപാത്രമാണെങ്കിൽ ഡോറിന് പുറത്തുനിന്ന് തന്നെ ലിഫ്റ്റ് കയറ്റി വിട്ടാൽ ലിഫ്റ്റിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ മുറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ EP-ക്ക് എവിടെ ആഗ്രഹം ഉണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വന്നത്? എല്ലാവരും നിലനിൽപ്പല്ലേന്ന് രാജ്യത്ത്. CPM-ന്റെ കേരളത്തിലെ സ്ഥിതി എന്താ സഹോദര? ഈ ഇലക്ഷനിൽ 2004 18 LDF-ഉം 1 UDF-ഉം 1 NDA. ഇതൊക്കെ തന്നെയാണ് ഈ 2024 ജൂൺ 4-ാം തീയതി സംഭവിക്കാൻ പോണത്. ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ പറയരുത് സുരേഷ് ഗോപി ജയിച്ചാൽ അയ്യോ അത് LDF സഹായം കൊണ്ടല്ല, സുരേഷ് ഗോപിയുടെ മിടുക്കൊണ്ടെന്ന് പറയരുത്. നിങ്ങൾ നമ്മളല്ലോ, അത് പാർട്ടിക്കാരാണല്ലോ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇപ്പൊ നിലവിൽ തന്നെ അത്തരം ആരോപണങ്ങളൊക്കെ ഫലം വരുന്നതിന് മുൻപ് തന്നെ അത്തരം സാധ്യതകൾ മുൻനിർത്തി K മുരളീധരനും സുനിൽകുമാർ അടക്കമുള്ള ആളുകളൊക്കെ പല ആരോപണങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരാളും പറയുന്നു 18-1-1, ചിലപ്പോ 18-1-1 ചിലപ്പോ അപ്രത്യക്ഷിതമായി ലാസ്റ്റ് മൂമെന്റിൽ തൃശ്ശൂരിന്റെ 1 നഷ്ടപ്പെട്ട് 18-2 എത്തും. അതിനൊപ്പം പോകാൻ പോകണ്ട. മനസ്സിലായില്ലേ? അപ്പൊ LDF-ന് കേരളത്തിലെ സാഹചര്യം അനുകൂലമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ 4 മിനിറ്റ് എടുത്തിട്ടാണ് ലിഫ്റ്റിൽ കയറി ലാസ്റ്റ് ഫ്ലോറിൽ ചെയ്യണത്. ഞാൻ കൊണ്ടുചെന്ന ആള്, ഞാൻ ഫ്രോഡ്, ശരി, ഞാൻ കൊണ്ടുവന്ന ആളെ ജാവദേക്കർ ഹൗ ആർ യു, സോറി, നമസ്കാരം, നമുക്ക് പിരിയാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടാ പോരായിരുന്നാ? അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്തുകൊണ്ടാകാം? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പകുതി മനസ്സുണ്ടായിരുന്നു, പകുതി മനസ്സ് പക്ഷെ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് പകുതി മനസ്സുണ്ടോന്നും ഞാൻ ഗ്രഹിക്കാനാണല്ലോ. ഞാൻ ചോദിച്ച തിരിച്ചൊരു ചോദ്യമാണ് താങ്കളോട്. താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിന്റെ തലയൊടിപ്പുള്ള പിണറായിയോടൊപ്പമുള്ള നേതാവിനെ വെട്ടിലാക്കാൻ ഞാൻ പോയിരുന്നു. ശരി, ഞാൻ വെട്ടിലാക്കാനായിട്ട് മോളിൽ നിന്ന് മച്ചു കുത്തി തുറന്നൊന്നുമല്ല ഞാൻ ഇറങ്ങിയത്. മെയിൻ ഡോറിൽ ബെല്ലടിച്ച് ലിഫ്റ്റിൽ ചെന്നാണല്ലോ ചെന്നത്. കണ്ടപ്പോ തന്നെ ജാവദേക്കറാന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ സോറി, എന്താ ജാവദേക്കർജി നമസ്കാരം എന്ന് പറയാൻ അധികം ഇറങ്ങിയോട് പോന്നാ പോരായിരുന്നു. ശരി ശ്രീ നന്ദകുമാർ, ഈ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനം നിങ്ങൾക്ക് ഈ പേരുകളൊക്കെയാണ് സമ്മാനിക്കുന്നതെന്നുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഈ ഇടപെടലുകളും നീക്കങ്ങളും തുടരുന്നു? അതിന് ഉത്തരം ഉണ്ടാവും. ഞാനൊരു കാര്യം ചെയ്യട്ടെ. കേരളത്തിലെ 2 ചാനലുകളാണ്. ഞാൻ ഗമയ്ക്കോ ഗംഭീരത്തിനോ മിടുക്കിനോ ഒന്നും പറയല്ല, താങ്കളുടെ ശ്രദ്ധയിലേക്കുണ്ട്. താങ്കൾ ഇപ്പൊ എന്നെ കുറിച്ച് ഈ പേരുകൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് 2 പേരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്തത്. അറിയാലോ താങ്കൾക്ക്.
ഒരു മുഖ്യധാരാ ചാനലും ഒരു മുഖ്യധാരാ പത്രവും. അതെ. ഒരാളോട് പ്രധാനമന്ത്രി ഇത് ചോദിച്ച് എന്താണ് സുരേഷ് ഗോപിയുടെ എന്ന് കാഷ്വലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജാവദേക്കർ ഒരുപാട് എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പ്രധാനമന്ത്രി അബദ്ധവശാൽ ജാവദേക്കർ എന്നുമായി കൂട്ടിമുട്ടിയുന്ന ഒരു അബദ്ധത്തിനൊരു ഡയലോഗ് പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉടനെ എന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കഴിയുമ്പോൾ ചോദിച്ചു ഇങ്ങനെ പ്രധാനമന്ത്രി നിങ്ങളുടെ പേര് സംബന്ധിക്കാനായി, അതുകൊണ്ട് പ്രധാനമന്ത്രി ഞാൻ കൊള്ളകാത്തനാന്ന് പറയുമോ? അതുകൊണ്ട് ഞാൻ ജാവദേക്കറുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് ജാവദേക്കർ അറബിൽ ധരിപ്പിച്ചിട്ട് തന്നെയാണ് അപ്പൊ എന്നെ ബന്ധപ്പെട്ടിരുന്നത്. മനസ്സിലായില്ലേ? ഒരു തവണയല്ല ബന്ധപ്പെട്ടത്, പലതവണ ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ കുഴപ്പക്കാരനാണെന്ന് അവർക്ക് ശരി. താങ്കൾ എന്തായാലും താങ്കളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു തന്നെ പറയൂ. ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന അല്ല, താങ്കൾക്കല്ല EP അടക്കമുള്ളവർ ഇനി പ്രതിസന്ധിയാണല്ലോ നേരിടാൻ പോകുന്നത്. അതുകൊണ്ടാണ്. എന്ത് പ്രതിസന്ധി? EP എന്താ പ്രതിസന്ധി? EP-യുടെ വീട്ടിൽ വെള്ളം കയറിയാ? ഇല്ലല്ലോ. കൊടുങ്കാറ്റ് വീശിയോ? അപ്പൊ പാർട്ടിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം സോൾവ് 100%. എല്ലാം മറ്റേ ജനാർദ്ദനം പറഞ്ഞിട്ട് കോംപ്രമൈസ് ആയി വീട്ടിൽ പോകും. ഒന്നും നടക്കൂല. അതെ, നടന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയാമോ? ഈ നടത്താൻ കൽപ്പിക്കപ്പെട്ടവരും കുടുങ്ങും, അറിയാലോ. ശരി, ഓക്കെ. ശരി. വളരെ നന്ദി ശ്രീ TG നന്ദകുമാർ വിശദമായി പ്രതികരിച്ച